ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ NIOS കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കൂടി ചേർന്നാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിന് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു ആറ്റത്തിന് സ്ട്രക്ചർ ഉണ്ട്, അതായത് ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഓർബിറ്റുകൾ ഉണ്ട്, ഓർബിറ്റിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്ട്രക്ചറിലേക്ക് എത്തുന്നതിന് മുന്നേ ആറ്റത്തിന് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒരുപാട് സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആറ്റത്തിന് ഫസ്റ്റ് ആയിട്ട് സ്ട്രക്ചർ കൊണ്ടുവന്നത് നമ്മുടെ J.J. തോംസൺ ആണ്. അദ്ദേഹത്തിന്റെ അറ്റോമിക് സ്ട്രക്ചറിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ആറ്റം എന്ന് പറയുന്നത്, അതായത് ഒരു ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു ലാർജ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനെ പുഡിംഗ് എന്ന ആ ഒരു കൺസെപ്റ്റിലും അതിനകത്ത് കുറേ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണുകൾ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടെന്നാണ് പ്ലം പുഡിംഗ് മോഡലിൽ പറയുന്നത്. അതായത് ആറ്റത്തിന് ഒരു ലാർജ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാസ്, ആ മാസിനകത്ത് കുറേ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതെന്നാണ് J.J. തോംസൺ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മോഡൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റൂദർഫോർഡ് ആറ്റത്തിനൊരു സ്ട്രക്ചറുമായിട്ട് വന്നത്. റൂദർഫോർഡ് പറയുന്നത് ആറ്റത്തിനകത്തുള്ള അതായത് പോസിറ്റീവ് ചാർജുകളും ആറ്റത്തിന്റെ എൻറ്റയർ മാസും ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഇതിനുള്ളിലാണെന്നും അതിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു ഫിക്സ്ഡ് പാത്തിലൂടെ ഫിക്സ് ചെയ്തിട്ടാണെന്നാണ് നമ്മുടെ റൂദർഫോർഡ് പറയുന്നത്. അതായത് ആ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റോട് ഫിക്സ്ഡ് സർക്കുലർ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞത്. റൂദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ വന്നതിന് ശേഷമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്പേസിലൂടെ ഇലക്ട്രിക് ഫീൽഡായിട്ടും മാഗ്നറ്റിക് ഫീൽഡായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. നോർമൽ വേവ്സിനെ പോലെ തന്നെ അതിനും വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്തിനും പ്രസന്റ് ആണ്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് എ ലൈറ്റ് വിതൗട്ട് എ മീഡിയം. ഒരു മീഡിയം ഇല്ലാതെ നമുക്ക് സ്പേസിൽ ലൈറ്റിന്റെ അതേ സ്പീഡിൽ എന്തിന് ട്രാവൽ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ EM റേഡിയേഷൻ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് 1913 നമ്മുടെ നെയിൽസ് ബോർ അദ്ദേഹത്തിന്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദിസ് മോഡൽ ഈസ് നോൺ ആസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്ന നമ്മുടെ നെയിൽസ് ബോർ ആണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഒരു ആറ്റത്തിന്റെ നമ്മൾ റൂദർഫോർഡ് പറഞ്ഞ പോലെ തന്നെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജും അതിന്റെ ടോട്ടൽ മാസും ന്യൂക്ലിയസിനകത്താണെന്നും ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സ്ഡ് സർക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഫിക്സ്ഡ് ഓർബിറ്റ്, അതായത് ഫിക്സ്ഡ് എനർജി ഉള്ള ഓർബിറ്റുകളായിരിക്കും ഈ സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ ഓർബിറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ഇലക്ട്രോൺസിന് അവരുടെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർബിറ്റിനകത്ത് ഓരോ ഓർബിറ്റിനെ അതിന്റെ പൊസിഷന് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹീറ്റിനെ എമിറ്റ് ചെയ്തിട്ടോ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർബിറ്റിലെ ഇലക്ട്രോൺസിന് അതിന്റെ പൊസിഷന് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ നെയിൽസ് ബോർ പറഞ്ഞത്. അതുപോലെ തന്നെ നെയിൽസ് ബോർ ഈ ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്ട്രക്ചറാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈനോസ്പെക്ട്രയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചോ ഒന്നും നെയിൽസ് ബോർ എന്ത് പറഞ്ഞിട്ടില്ല? നെയിൽസ് ബോർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നെയിൽസ് ബോർ അറ്റോമിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡി ബ്രോഗ്ലി ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് പറഞ്ഞു. അതായത് മാറ്ററിന് രണ്ട് നേച്ചർ ഉണ്ട്, ഒരു പാർട്ടിക്കിൾ നേച്ചറും ഒരു വേവ് നേച്ചർ ഉണ്ടെന്നും ആ വേവ് നേച്ചർ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണെന്നും ആര് പറഞ്ഞു? ഡി ബ്രോഗ്ലി പറഞ്ഞു. ഡി ബ്രോഗ്ലി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് നമ്മുടെ ഡേവിഡ്സണും തോംസണും കൂടിയാണ്. അവർ ഇലക്ട്രോണിനെ എന്തിലൂടെ പാസ് ചെയ്തു? ഒരു നിക്കൽ കാറ്റലിസ്റ്റിലൂടെ, നിക്കൽ ക്രിസ്റ്റൽ ലാറ്റിസിലൂടെ നമ്മുടെ ഇലക്ട്രോൺസിനെ പാസ് ചെയ്തു. ആ പാസ് ചെയ്ത് അതിന്റെ ഡിഫ്രാക്ഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് ശരിയാണെന്ന് അല്ലെങ്കിൽ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് നമ്മുടെ ഡേവിഡ്സണും തോംസണും കൂടെയാണ്. അതിനുശേഷം ഇവർ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പം ഹെയ്സൻബർഗ് എന്ത് ചെയ്തു? അവരുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് പോസിബിൾ മെഷർ സൈമുൾട്ടേനിയസ്ലി ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് എ ഇൻഫൈനറ്റ് പ്രസിഷൻ. അതായത് ഇൻഫൈനറ്റ് പ്രസിഷനോട് കൂടിയിട്ട് നമുക്ക് ഒരു പാർട്ടിക്കിളിന്റെ
മൊമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷനും നമുക്ക് സൈമിൾട്ടേനിയസ്ലി മെഷർ ചെയ്യാൻ പറ്റൂല എന്നാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഹെയ്സൻബർഗ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളും ഡെവലപ്പ് ചെയ്തു, ഡി ബ്രോഗ്ലി ഡുവൽ നേച്ചർ ഓഫ് മാറ്ററും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്തത്. വേവ് മെക്കാനിക്കൽ മോഡൽ അനുസരിച്ച് ആറ്റം എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യുന്നുണ്ടെന്നും ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സ്ഡ് എനർജി ഉള്ള ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നും ആ പാത്തിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റ് എന്ന പേരിലോ അറിയപ്പെടുന്നതാണ് വേവ് പ്ലാനറ്ററി മോഡലിൽ പറയുന്നത്. അപ്പോൾ വേവ് പ്ലാനറ്ററി മോഡലാണ് നമ്മൾ ആറ്റത്തിൻ്റെ ഫൈനൽ മോഡൽ അല്ലെങ്കിൽ ഫൈനൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വേവ് മെക്കാനിക്കൽ മോഡലിൽ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു പൊസിഷൻ, അതിന് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനാണ് നമ്മുടെ ഇതിന് ചുറ്റും, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നത് ഈ വേവ് ഫംഗ്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ്. ഈ വേവ് ഫംഗ്ഷന് 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് 3 നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, അതിന്റെ എനർജിയെ പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ എനർജി എത്രയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന്റെ ഓർബിറ്റലിന്റെ ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് L എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഓർബിറ്റൽ, ആ ഓർബിറ്റലിന്റെ ഡയറക്ഷന്, ആ സ്പേസിനകത്ത് ഓർബിറ്റലിന്റെ ഡയറക്ഷൻ ഓഫ് ഓറിയന്റേഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷന് 3 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ, അസിമുത്തൽ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർബിറ്റൽ ഉണ്ടെന്ന്. മെയിൻലി നമ്മുടെ ആറ്റത്തിൽ കാണപ്പെടുന്ന ഓർബിറ്റുകൾ ഏതൊക്കെയാണ്? S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ ആൻഡ് F ഓർബിറ്റൽസ്. അപ്പോൾ ഈ ഓരോ ഓർബിറ്റലിനും ഓരോ ഷേപ്പാണുള്ളത്. S ഓർബിറ്റലിന് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, P ഓർബിറ്റലിന് ഡംബെൽ ഷേപ്പ് ആയിരിക്കും, അതുപോലെ തന്നെ D ഓർബിറ്റലിന് ക്ലവർ ലീഫ് ഷേപ്പ് ആയിരിക്കും, F ഓർബിറ്റലിന് 8 ലോബ്ഡ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോ ഓർബിറ്റലിനകത്തും ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലെ, പെയർ ചെയ്തിട്ടാണ് ഓരോ ഓർബിറ്റൽസിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഓർബിറ്റലിന്റെ ഷെല്ലിലും സബ്ഷെല്ലിലും ഇലക്ട്രോണുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത് നമ്മൾ 3 റൂൾസ് ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 റൂൾസ്? ആഫ്ബ പ്രിൻസിപ്പിൾ, പോൾസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഒരു ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ആഫ്ബ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് ദ ഇലക്ട്രോൺസ് ആർ ഫില്ലഡ് ഇൻ ദ ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. അവരുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ ഓരോ ഓർബിറ്റിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ N+L റൂളിൽ നിന്നാണ് അതിൻ്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മുടെ ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്നതെന്നാണ് ആഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത്. പോൾസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇലക്ട്രോൺസ്, അതായത് no 2 electrons have a same 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു 2 ഇലക്ട്രോണിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സും ഈക്വൽ ആയി വരില്ല എന്നാണ് പോൾസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ആൻഡ് ഹൺസ് റൂൾ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസുകൾ നമ്മൾ ഓർബിറ്റിനകത്ത് ഫില്ല് ചെയ്യുന്നത് ആദ്യം കംപ്ലീറ്റ്ലി സിംഗിൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഒരേ സ്പിന്നിൽ അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ സിംഗിൾ ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് പെയറിംഗ് നടത്തുന്നത്. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. അപ്പോൾ ഈ 3 റൂളും ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു ഷെല്ലിലും അല്ലെങ്കിൽ ഒരു ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസുകൾ കോൺഫിഗറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കൂടുതൽ നമ്മുടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ചാപ്റ്ററാണ് അറ്റോമിക് സ്ട്രക്ചർ. അറ്റോമിക് സ്ട്രക്ചറിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് കുറേ ആറ്റത്തിൻ്റെ സ്ട്രക്ചേഴ്സും പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓർബിറ്റലിനെ കുറിച്ചൊക്കെയാണ്. അപ്പം നമുക്കത്
കവർ ചെയ്ത് നമ്മളിപ്പം കംപ്ലീറ്റ് ടോപ്പിക് നോക്കി. നമുക്ക് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ ആൻഡ് സബ് ഷെൽ ഓഫ് എൻ ഓർബിറ്റൽ. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റലിന്റെ ഷെല്ലിലും സബ് ഷെല്ലുകളും ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എസ് പി ഡി ആൻഡ് എഫ് ഓർബിറ്റൽ. എസ് പി ഡി എഫ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എസ് ഓർബിറ്റലിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണുള്ളത്, പി ഓർബിറ്റലിന് ഡംബൽ ഷേപ്പ് ആണുള്ളത്, ഡി ഓർബിറ്റലിന് ക്ലവർ ലീഫ് ഷേപ്പ് ആണുള്ളത്, എഫ് ഓർബിറ്റലിന് എന്താണ് 8 ലോബ്ഡ് ഷേപ്പ് ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സുകൾ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് സീരീസിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.